നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 20-ാമത്തെ അധ്യായം സുമതി ഭൂപ കഥാവർണ്ണനം. ധ്വജാരോപണം കൊണ്ട് മുക്തി നേടിയ സുമതിയുടെ കഥയാണ് ഇനി പറയുന്നത്. കൃതയുഗത്തിൽ സുമതി എന്നു പേരായി ഒരു രാജാവ് ഉണ്ടായിരുന്നു. സോമവംശത്തിൽ ജനിച്ച അദ്ദേഹം 7 ദ്വീപുകൾക്കും അധിപതിയായിരുന്നു. സർവസമ്പത്തിൻ്റെയും അധികാരിയായി ലക്ഷണയുക്തനായ അദ്ദേഹം സത്യസന്ധനും അതിഥിപ്രിയനും ആയിരുന്നു. എപ്പോഴും ഹരികഥകൾ കേൾക്കുകയും ഹരിഭക്തന്മാരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. സർവലക്ഷണയുക്തയും പതിവ്രതയുമായ സത്യമതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി. ഹരിഭക്തരായവർ ദിവസവും അന്നദാനം, ജലദാനം എന്നിവ നടത്തുമായിരുന്നു. തടാകം, പൂന്തോട്ടം, മതിൽ എന്നിങ്ങനെ ജനോപകാരപ്രദമായ പലതും പണി കഴിപ്പിച്ചു. സത്യമതി വിഷ്ണുക്ഷേത്രത്തിൽ നിത്യവും നൃത്തം ചെയ്യുമായിരുന്നു. രാജാവ് എല്ലാ ദ്വാദശി ദിവസവും ധ്വജാരോപണം നടത്തിക്കൊണ്ടിരുന്നു. 3 ലോകങ്ങളിലും ഇവരുടെ പ്രശസ്തി വ്യാപിച്ചു. ഒരിക്കൽ വിഭാണ്ഡകൻ ഇദ്ദേഹത്തെ കാണാൻ ശിഷ്യന്മാരോടൊപ്പം വന്നു ചേർന്നു. രാജാവ് പത്നി സമേതനായി മഹർഷിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിഥി മര്യാദകൾ പാലിച്ചതിനു ശേഷം താഴെ ഇരുന്ന് കൂപ്പുകൈകളോടെ പറഞ്ഞു: ഭഗവൻ, അങ്ങയുടെ വരവ് കണ്ട് ഞാൻ അത്യധികം സന്തുഷ്ടനാണ്. സജ്ജനങ്ങൾ വരുന്നത് സുഖപ്രദമാണെന്ന് പറയുന്നു. മഹാന്മാരുടെ സ്നേഹമുള്ളിടത്താണല്ലോ സമ്പത്തും ഉണ്ടാകുന്നത്. തേജസ്, കീർത്തി, ധനം, പുത്രന്മാർ എന്നിവ എല്ലാം അവിടെ ഉണ്ടാകും. മഹാന്മാർ കരുണ കാണിക്കുന്നിടത്താണ് ബുദ്ധിയും ഉണ്ടാകുക. മഹാന്മാരുടെ കാല് കഴുകി വെള്ളം ശിരസിലണിയാൻ കഴിഞ്ഞാൽ പുണ്യസ്നാനം ചെയ്തതിന് സമമാണ്. എൻ്റെ സമ്പത്തും പുത്രന്മാരും പത്നിയും എല്ലാം അങ്ങേക്ക് അധീനമാണ്. എന്തു സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് കൽപ്പിച്ചാലും. വിനയാന്വിതനായ രാജാവിനെ തലോടിക്കൊണ്ട് മഹർഷി പറഞ്ഞു: അങ്ങയുടെ വിനയം അങ്ങേക്ക് ധാരാളം യശസ് ഉണ്ടാക്കിത്തരും. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ വിനയം കൊണ്ടാണ് കിട്ടുന്നത്. മഹാത്മാക്കൾക്ക് നേടാൻ കഴിയാത്തതായി എന്താണ് ഉള്ളത്? ഞാൻ അങ്ങയിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇനിയും അങ്ങയ്ക്ക് മംഗളങ്ങൾ ഉണ്ടാകാൻ എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. ഹരിക്ക് സന്തോഷം കൊടുക്കുന്ന പൂജകൾ ധാരാളമുണ്ട്. അതിൽ ധ്വജാരോപം അങ്ങ് കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. അങ്ങയുടെ പത്നിയും ദേവപ്രീതിക്കായി നൃത്തം ചെയ്യുന്നു. എന്തുദ്ദേശത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളാം. രാജാവ് പറഞ്ഞു: ലോകത്തിന് അത്ഭുതം തോന്നാവുന്ന ഞങ്ങളുടെ ചരിത്രം ഞാൻ പറയാം. ഞാൻ ദുർമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന, ലോകത്തിന് ദോഷം മാത്രം ചെയ്തിട്ടുള്ള ഒരു ശൂദ്രനായിരുന്നു. പേര് മാലിനി. പിശുക്കനും ധർമ്മദേശിയും ദേവന്മാരുടെ സാധനങ്ങൾ അപഹരിക്കുന്നവനും ഗോവധം നടത്തുന്നവനും കള്ളനും ചീത്ത പറയുന്നവനും വേശ്യാപരായണനും എല്ലാമായിരുന്നു. മഹാന്മാരുടെ വാക്കുകളെ ഗൗനിക്കാതെ കുറേ കാലം ഇങ്ങനെ കഴിഞ്ഞു. ബന്ധുക്കളെയും ഉപേക്ഷിച്ചപ്പോൾ വിഷമം തോന്നി കാട്ടിലേക്ക് പോയി. ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ വിഷമം തോന്നി കാട്ടിലേക്ക് പോയി. ആരുമില്ലാത്ത കാട്ടിൽ ഒറ്റയ്ക്ക് വഴിപ്പോക്കരിൽ നിന്ന് തട്ടിപ്പറിച്ച് മൃഗങ്ങളെ കൊന്നു തിന്ന് ജീവിച്ചു. വിശന്നും ദാഹിച്ചും തളർന്ന് നടക്കുമ്പോൾ ഒരു വിഷ്ണുക്ഷേത്രം കണ്ടു. അതിനടുത്ത് ഹംസങ്ങളും കാരണ്ടങ്ങളും വിഹരിക്കുന്ന ഒരു വലിയ സരസ്സും കണ്ടു. ചുറ്റും പുഷ്പങ്ങളും വനവൃക്ഷങ്ങളും നിറഞ്ഞ് അതിൽ നിന്ന് വെള്ളം കുടിച്ച് തീരത്ത് വിശ്രമിച്ചു. അവിടുന്ന് കിട്ടിയ കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി ജീർണിച്ചു കിടന്ന വിഷ്ണുക്ഷേത്രം വാസസ്ഥാനമാക്കി ദിവസവും ക്ഷേത്രത്തിൻ്റെ കേടുവന്ന ഭാഗങ്ങൾ, ഇല, പുല്ല്, മരത്തടികൾ എന്നിവ കൊണ്ട് നന്നാക്കി. ഞാൻ ആ ഭൂമി ശരിയാക്കിയെടുത്തത് എനിക്ക് വേണ്ടിയാണ്. 20 വർഷം മൃഗങ്ങളെ കൊന്നു തന്നെ ഞാൻ അവിടെ ജീവിച്ചു. അപ്പോൾ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് നിഷാദവംശജിയായ ഇവൾ അവഗോഗില എന്ന പേരിൽ അവിടെ വന്നു. തൻ്റെ ചെയ്തികളെക്കുറിച്ച് വിലപിച്ച് വിശന്ന് തളർന്ന് വനത്തിലൂടെ ഇവൾ സഞ്ചരിക്കുകയായിരുന്നു. അകത്ത് മനസ്സിൻ്റെ വിഷമവും പുറത്ത് വേനലിൻ്റെ ചൂടും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇവളെ കണ്ടപ്പോൾ എനിക്ക് ദയ തോന്നി. വെള്ളവും മാംസവും ഫലമൂലാദികളും ഒക്കെ കൊടുത്ത് ക്ഷീണമകറ്റിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ അവളുടെ ചരിത്രം പറഞ്ഞു. അവഗോഗില എന്ന പേരുള്ള ഞാൻ നിഷാദ വംശത്തിലാണ് ജനിച്ചത്. മരപ്പണിക്കാരൻ്റെ മകളാണ്. വിന്ധ്യപർവ്വതത്തിലാണ് വാസം. അച്ഛൻ്റെ മുതൽ അപഹരിക്കുമായിരുന്ന എന്നെ പിശുക്കി, വേശ്യ എന്നൊക്കെ മുദ്രകുത്തി ബന്ധുക്കൾ ഉപേക്ഷിച്ചു. കുറച്ചു കാലം ഞാൻ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞു. എന്നെ ഒറ്റയ്ക്ക് വിട്ടു ഭർത്താവും യമലോകത്തേക്ക് യാത്രയായി. വനത്തിൽ അലയുമ്പോഴാണ് അങ്ങയെ കണ്ടത്. അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചു. ആ ക്ഷേത്രത്തിൽ 10 വർഷം ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു. ഒരു ദിവസം രാത്രി ധാരാളം മാംസവും മദ്യവും കഴിച്ച് ഞങ്ങൾ വിവരമില്ലാതെ കഴിയുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് അവസാനം കുറിച്ച്
നരകത്തിലേക്ക് കൊണ്ടുപോകാനായി അപ്പോൾ യമഭടന്മാർ വന്നു. ദേവാലയം നന്നാക്കിയതിൽ സന്തുഷ്ടനായ വിഷ്ണു ശംഖചക്രഗദാധരന്മാരായി തൻ്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചു. കാടിന് മുഴുവൻ പ്രകാശം ചൊരിഞ്ഞ് വന്നു ചേർന്നവർ യമകിങ്കരന്മാരോട് പറഞ്ഞു, അല്ലയോ വിവേകമില്ലാത്ത ദുഷ്ടന്മാരെ, നിഷ്പാപികളായി ദമ്പതികളെ വിടൂ. ഇവർ ഹരിക്ക് വേണ്ടപ്പെട്ടവരാണ്. വിവേകമാണ് 3 ലോകങ്ങളിലും സമ്പത്തുണ്ടാക്കുന്നതിന് ഒന്നാമത്തെ കാരണം. പാപമില്ലാത്തവരിൽ പാപം ആരോപിക്കുന്നത് നീചന്മാരാണ്. പാപിയെ പാപിയായി കണക്കാക്കാത്തവൻ അധമന്മാരിൽ അധമനാണ്. യമദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ശരിയാണ്. ഇവർ പാപികളാണ്. പാപികളെ ശിക്ഷിക്കേണ്ടത് യമൻ്റെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നു. ഇത് കേട്ട് കോപിച്ച് വിഷ്ണുദൂതന്മാർ പറഞ്ഞു, കഷ്ടം! അധർമ്മം ധർമ്മികളുടെ സഭയിൽ വന്നിരിക്കുന്നു. വിവേകമില്ലാത്തവർക്കാണ് ആപത്ത് വരുന്നത്. യാതൊരു ചിന്താശീലവുമില്ലാതെ നരകത്തിലെത്തിയ നിങ്ങൾ ഇനിയും പാപം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? താൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിച്ചു തീരുന്നതുവരെ മാത്രമേ മഹാപാതകികൾക്കും നരകത്തിൽ വസിക്കേണ്ടതായിട്ടുള്ളൂ. ആദ്യം ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാതെ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് എന്തിനാണ്? ശ്രുതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് ധർമ്മമെന്നത് സത്യം തന്നെ. ഇവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഹരിയെ ശുശ്രൂഷിച്ചതുകൊണ്ട് ഇവർ പാപമോചനം നേടി. ഹരിയാണ് ഇവരെ രക്ഷിക്കുന്നത്. അവസാന കാലത്ത് വിഷ്ണുക്ഷേത്രത്തിൽ ഇവർ നൃത്തം ചെയ്തു. ഇയാളാകട്ടെ ധ്വജാരോഹണവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പാപവിമുക്തരായത്. അവസാന കാലത്ത് ഒരിക്കൽ വിഷ്ണുനാമം ഉച്ചരിച്ചാൽ പോലും മോക്ഷം കിട്ടുമെന്നിരിക്കെ ഹരിശുശ്രൂഷ ചെയ്യുന്നവരുടെ കാര്യം പറയാനുണ്ടോ? വലുതും ചെറുതുമായ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും കൃഷ്ണനെ സേവിക്കുന്നവനാണെങ്കിൽ മോക്ഷം പ്രാപിക്കും. യതികൾക്കും വിഷ്ണുഭക്തന്മാരെ സേവിക്കുന്നവർക്കും കൂടി മോക്ഷത്തിന് അർഹതയുണ്ട്. ഒരു മുഹൂർത്തമോ അതിൽ പകുതിയോ കൃഷ്ണക്ഷേത്രത്തിൽ നിന്നാൽ മോക്ഷം ലഭിക്കുമെന്നിരിക്കെ 32 സംവത്സരങ്ങൾ താമസിച്ചവരെക്കുറിച്ച് എന്തു പറയാൻ? അടിച്ചു തളിച്ചു മെഴുകി കേടുവന്ന് നന്നാക്കി വെള്ളമൊഴിച്ചു വിളക്ക് കൊളുത്തി ഹരിക്ഷേത്രത്തിൽ ഇതൊക്കെ ചെയ്തവർക്ക് എങ്ങനെയാണ് നരകയാതന അനുഭവിക്കേണ്ടി വരിക? വിഷ്ണുദാസന്മാർ ഞങ്ങളെ യമകിങ്കരന്മാരുടെ പാശത്തിൽ നിന്നും മോചിപ്പിച്ച് വിമാനത്തിൽ കയറ്റി വിഷ്ണുപദത്തിൽ എത്തിച്ചു. അവിടെ ദിവ്യങ്ങളായ സുഖസൗകര്യങ്ങളെല്ലാം അനുഭവിച്ചു. അവിടുത്തെ അനുഭവം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയിട്ടും ഹരിപ്രസാദത്താൽ ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് കിട്ടി. മനഃപൂർവ്വമല്ലാതെ ചെയ്ത ഹരിസേവയാണ് ദേവന്മാർക്ക് പോലും കിട്ടാത്ത സുഖം ഞങ്ങൾക്ക് നേടിത്തന്നത്. വേണമെന്ന് കരുതി ഹരിയെ സേവിച്ച് പരമപദം പ്രാപിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവശനായി സൽക്കർമ്മം ചെയ്താൽ പോലും ഫലം കിട്ടുമെന്നിരിക്കെ ശ്രദ്ധയോടെ ചെയ്താലുള്ള കാര്യം എന്തു പറയാനാണ്? ഇതെല്ലാം കേട്ട് സന്തുഷ്ടനായി വിഭാണ്ഡക മുനി സ്വന്തം ആശ്രമത്തിലേക്ക് പോയി. ഹരിശുശ്രൂഷ കാമധേനുവാണെന്ന് മനസ്സിലാക്കിയാലും ഹരിയെ പൂജിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹരി തന്നെയാണ് നിത്യസത്യം. എല്ലാ ആഗ്രഹങ്ങളും അത് സാധിച്ചു തരുന്നു. ഈ പുണ്യചരിത്രം പറയുകയും കേൾക്കുകയും ചെയ്യുന്നവരും മോക്ഷം പ്രാപിക്കുന്നതായിരിക്കും. ഇതോടുകൂടി 20ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.